അർബൻ ബാങ്കുകളിൽ RBI നിരീക്ഷണവും നടപടിയും ശക്തമാക്കാൻ റിസർവ് ബാങ്ക്. വാണിജ്യ ബാങ്കുകൾക്ക് സമാനമായ മാനദണ്ഡങ്ങൾ അർബൻ ബാങ്കുകളിലേക്ക് വ്യാപിപ്പിക്കാൻ നടപടി തുടങ്ങി. സാമ്പത്തിക നിയന്ത്രണങ്ങളിൽ അർബൻ സഹകരണ ബാങ്കുകൾക്കുള്ള പ്രത്യേക പരിഗണന റിസർവ് ബാങ്ക് ഒഴിവാക്കി. RBIയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള നടപടികളായിരുന്നു സ്വീകരിക്കാറുള്ളത്. പകരം വാണിജ്യ ബാങ്കുകൾക്കുള്ള പ്രോംപ്റ്റ് കറപ്റ്റീവ് ആക്ഷൻ മാനദണ്ഡം അർബൻ ബാങ്കുകൾക്കും ബാധകമാക്കി. നിഷ്ക്രിയ ആസ്തി, ലാഭക്ഷമത, മൂലധന പര്യാപ്തത എന്നിവയിൽ RBI നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുക. ഇതടിസ്ഥാനമാക്കി അർബൻ ബാങ്കുകളെ 3 റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. തുടർച്ചയായി 2 വർഷം നഷ്ടത്തിലാവുക, NPA 6% മുകളിലാവുക എന്നിവ സംഭവിച്ചാൽ റിസ്ക് വിഭാഗത്തിലേക്ക് മാറും. ഓഹരി വിഹിതം കൂട്ടാനുള്ള നിർദ്ദേശം, ഡിവിഡൻഡ്, ഡൊണേഷൻ നൽകുന്നത് വിലക്കുക, ചെലവിന് നിയന്ത്രണം കൊണ്ടുവരിക എന്നിവയ്ക്കാകും ആദ്യഘട്ടത്തിലെ നടപടി. ശാഖ തുടങ്ങാൻ അനുമതി നൽകാതിരിക്കുക, നിക്ഷേപം സ്വീകരിക്കുന്നത് വിലക്കുക എന്നിവ 2ഉം 3ഉം ഘട്ട നടപടിയാണ്. SAFF അനുസരിച്ചുള്ള നടപടികൾ വാണിജ്യ ബാങ്കുകൾക്കുള്ളതിനേക്കാൾ ഇളവുകളുള്ളതായിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്തതിന് കാരണം ഭരണസമിതിയുടെ തീരുമാനമാണെങ്കിൽ ഇനി അവർക്കെതിരെ നടപടി ഉണ്ടാകും. മാനദണ്ഡം പാലിക്കാൻ തുടർച്ചയായി കഴിയാതെ വന്നാൽ അത്തരം അർബൻ ബാങ്കുകളെ സഹകരണ സംഘങ്ങളാക്കി മാറ്റാൻ നിർദ്ദേശിക്കുകയാണ് റിസർവ് ബാങ്ക് ചെയ്യുക. PCA നടപടി റിസർവ് ബാങ്ക് തുടങ്ങിയാൽ അർബൻ ബാങ്കുകൾ അവയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കർമ്മ പദ്ധതി RBIക്ക് സമർപ്പിക്കണം. ഓരോ മാസവും ഇത് വിലയിരുത്തും. ഇതിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിലാണ് ബാങ്കിംഗ് പദവി എടുത്തുമാറ്റി സഹകരണ സംഘം എന്ന നിലയിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ അർബൻ ബാങ്കുകളെ മറ്റേതെങ്കിലും ബാങ്കുകളുമായി നിർബന്ധിത ലയനത്തിന് വിധേയമാക്കും. വേണ്ടത്ര പരിശോധനയില്ലാതെ വായ്പ നൽകിയതാണ് കിട്ടാക്കടം കൂടാൻ കാരണമെന്ന വിലയിരുത്തൽ RBI പരിശോധനയിലുണ്ടായാൽ ഭരണസമിതിക്കെതിരെ നടപടിയെടുക്കാനാകും. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി പോലുമില്ലാതെ ഭരണസമിതി പിരിച്ചുവിടുന്നതിനും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുന്നതിനുമെല്ലാം റിസർവ് ബാങ്കിന് അധികാരമുണ്ട്. സഹകരണം സംസ്ഥാന വിഷയം എന്ന ചട്ടക്കൂട് ഘട്ടം ഘട്ടമായി പൊളിക്കുകയാണ് കേന്ദ്രവും RBIയും. കേന്ദ്രം പിടിമുറുക്കാൻ RBIയെ ഉപയോഗിക്കുമ്പോൾ നോക്കി നിൽക്കാനേ സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നുള്ളൂ എന്നതാണ് സ്ഥിതി. ബാങ്കിംഗ് കേന്ദ്ര വിഷയമാണ് എന്നതാണ് ന്യായീകരണം. ഇവിടെ പ്രധാന സംഗതി സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നതാണ്. മറ്റു ബാങ്കുകളും സഹകരണ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതായി വരുന്നു എന്ന് സാരം. മൂന്നാർ തേക്കടി ദേശീയപാതയിൽ ചതുരംഗപ്പാറ വ്യൂ പോയിന്റിന് സമീപം സഞ്ചാരികൾക്കായി ഹേസി ഹിൽസ് വില്ലാസ്. 6 പേർ മുതൽ 10 പേർക്ക് വരെ താമസിക്കാവുന്ന 2 വില്ലകൾ, മികച്ച ഭക്ഷണ സൗകര്യം, സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി, കാഴ്ചകൾ കാണാൻ ജീപ്പ് സഫാരി, ക്യാമ്പ് ഫയർ, 5 കിലോമീറ്റർ ചുറ്റളവിൽ 3 വ്യൂ പോയിന്റുകൾ. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സഹകരണ ജീവനക്കാർക്കും സ്പെഷ്യൽ ഓഫർ നിരക്കുകൾ 25% വരെ ഡിസ്കൗണ്ട്. ഹേസി ഹിൽസ് വില്ലാസ് പ്രൊമോട്ടഡ് ബൈ സഹകാര്യം കൊച്ചി. കോൺടാക്ട് 9605890002 9778067946828174489.